വെൽക്കം ടു ഓറിയന്റേഷൻ ഡേ 1 ട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ ഓൺ ആക്കുക, മാക്സിമം എല്ലാവരും വീഡിയോ ഓൺ ആക്കാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റില്ല. ആകെ ഒരു ഓപ്പർച്യൂണിറ്റി ഇതാണ് അല്ലെ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ആരാണ് എന്താണ് ഒന്നും നിങ്ങൾക്ക് അറിയണ്ടാവില്ല. സോ മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നമ്മൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന പോലെ തന്നെയാണ് ഇതും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ആക്കിയിട്ട് പരസ്പരം ഒന്ന് കാണുക. നമ്മൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് പരസ്പരം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു അറ്റാച്ച്മെന്റ്, ഒരു കണക്ഷൻ തോന്നും വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അധികം വൈകിക്കില്ല. സോ ഞാൻ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാനായിട്ട് ഹന മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഹന, ഓവർ ടു യു. ഹായ് ഓൾ, എൻ്റെ പേര് ഹന എന്നാണ്. ഞാൻ ലേൺ വൈസിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ മെന്ററാണ്. നിങ്ങൾക്ക് ഞാനും വൈഷ്ണവി മാമും കൂടാതെ അക്ഷര മാമും കൂടിയുണ്ട്, എല്ലാവരെയും. അപ്പൊ നമുക്ക് നമ്മളുടെ ഫസ്റ്റ് ഓറിയന്റേഷൻ സെഷൻ അല്ലെ, ഓറിയന്റേഷൻ 8.0 ഫസ്റ്റ് സേ ഹലോ ടു എന്ന് പറയുന്ന ഈ ഓറിയന്റേഷൻ സെഷനിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ. നമ്മളുടെ ഒരു എന്താ പറയാ, ഒരു ഇൻട്രഡക്ഷൻ ആണ് അല്ലെ. നമുക്ക് ഇനി കുറെ അധികം സെഷൻസ് വരാനുണ്ട്. ഒരു 10ഓളം സെഷൻസ് നമുക്ക് ഉണ്ടാകും. എല്ലാവരും മാക്സിമം എല്ലാ സെഷൻസും അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ പുതുതായിട്ട് വന്ന ആൾക്കാരാണ്. എങ്ങനെയായിരിക്കും നമ്മളുടെ ഈ ഒരു 2 വർഷത്തെ സ്റ്റഡി ജേർണി എന്ന് പറയുന്നത്, എങ്ങനെയായിരിക്കും, അതുപോലെ എന്തൊക്കെയാണ് നമുക്ക്, എങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പലരും മിക്കവാറും ഓൺലൈൻ ലേണിംഗ്, ഡിജിറ്റൽ ലേണിംഗ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് കടന്നു വന്ന ആൾക്കാരായിരിക്കും. ഒരു ഐഡിയ ഉണ്ടാവുന്നുണ്ടാവില്ല. അപ്പൊ അതൊക്കെ നമുക്ക് ആ ഡൗട്ടൊക്കെ നമുക്ക് തീർക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഈ ഒരു ഓറിയന്റേഷൻ സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ സെഷനിലും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്ന ആൾക്കാരാണ്. ലേൺ വൈസിലെ MAPC ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ് നിങ്ങൾ അല്ലെ. അപ്പോൾ എല്ലാവരും ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ്. നിങ്ങളുടെ പേരും വിവരങ്ങളൊക്കെ നമ്മൾ പറയാ, ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ കൂടെ നമ്മൾ എന്തുകൊണ്ടാണ്, നിങ്ങൾ പലരും ക്രോസ് മേജർ സൈക്കോളജി എടുത്തിട്ട് വന്ന ആൾക്കാരായിരിക്കില്ല, ഡിഗ്രി സൈക്കോളജി ചെയ്ത ആൾക്കാരായിരിക്കില്ല. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോ സൈക്കോളജി ചൂസ് ചെയ്തതെന്നും കൂടി മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പോ നിങ്ങൾ എന്താണ് വോളണ്ടിയർ ആയിട്ട് കടന്ന് വരാട്ടോ. ഇൻട്രൊഡ്യൂസ് ഓക്കെ, അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ താഴെ റിയാക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണുന്നുണ്ട് അല്ലെ നിങ്ങൾ. അപ്പൊ ആരെങ്കിലും ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു റിയാക്ഷൻ ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പൊ അവർക്കും ഒരു പ്രചോദനമാവും അല്ലെ. ഓക്കെ, ഞാൻ പറയുന്ന സമയത്ത് ഇപ്പൊ ഇതുപോലെ ഒരു തംസ് അപ്പോ അല്ലെങ്കിൽ ഒരു ഹാർട്ടോ ഒരു ക്ലാപ്പോ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് വരാനായിട്ട് ആൾക്കാർക്ക് ഒരു എൻകറേജ്മെന്റ് ആണ് അല്ലെ. സോ റിയാക്ഷൻസ് ഇടുക. അതുപോലെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക, കലക്കിയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഇത് ഒരു എൻകറേജ്മെന്റ് ആണ് നമുക്ക് മുന്നോട്ട് വരാനായിട്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മ്യൂട്ട് ചെയ്ത് വെക്കുക, അവർക്ക് അവരുടെ സ്പേസ് കൊടുക്കുക. സോ മാക്സിമം നിങ്ങൾ ഇടയിൽ കയറി സംസാരിക്കാതിരിക്കാൻ നോക്കുക. നമ്മൾ വോളണ്ടിയർ ചെയ്ത് സംസാരിക്കുക കേട്ടോ. ഒരാൾ സംസാരിക്കുന്ന സമയത്ത് മ്യൂട്ട് ചെയ്തിട്ട് പറയാം. സോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഞാൻ പേര് വിളിക്കണ്ടല്ലോ, നമ്മളൊക്കെ വലിയ ആൾക്കാരൊക്കെ തന്നെയാണ്. നമ്മള് പിന്നെ എന്താണ് മുന്നോട്ട് വരാ. ചിരിക്കണ്ട എല്ലാരും. ആരും ആദ്യം മ്യൂട്ട് മാറ്റാനുള്ള പറയൂ. ദുർഗ. ഞാൻ എൻ്റെ പേര് ദുർഗ. ഞാൻ ശരിക്കും ചെറിയ കുട്ടിയാണ്. ഈ ഇതില് ഞാൻ ചെറിയ കുട്ടിയാണ്. ഞാൻ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞേ ഉള്ളൂ. മേഴ്സിയിലായിരുന്നു എൻ്റെ ഡിഗ്രി ഞാൻ ചെയ്തത്. ലിറ്ററേച്ചർ ആയിരുന്നു ചെയ്തത്. എന്തുകൊണ്ട് സൈക്കോളജി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം, പഠിക്കാൻ കുറച്ചും കൂടെ ഇഷ്ടമാണ് സൈക്കോളജി. പിന്നെ ഇഷ്ടമായിരുന്നു. എനിക്ക് ഡിഗ്രിയും BA സൈക്കോളജി ചെയ്യണം എന്ന് തന്നെ ആയിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് പറ്റിയില്ല. അപ്പോ അതുകൊണ്ട് ഞാൻ പിന്നെ MA എടുക്കാ പറഞ്ഞിട്ട് MA എടുത്താ. എനിക്ക് കുറച്ച് നല്ല ഇഷ്ടമാണ് സൈക്കോളജി ഒക്കെ പഠിക്കാൻ. അപ്പോ പിന്നെ ഓപ്പർച്യൂണിറ്റീസും കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് ഇതിനു മുന്നേ കേട്ട് ഇതുള്ളത് കൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ സൈക്കോളജി എടുത്ത. ഓക്കെ, താങ്ക് യു ദുർഗ. എല്ലാരും റിയാക്ഷൻസ് ഒക്കെ ഇട്ടോളൂ.
ഹായ്, പറയൂ. എൻ്റെ പേര് കവിത. ഞാനൊരു ഹോം മേക്കറാണ്. എനിക്ക് ഒരു കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ട് സൈക്കോളജി ചൂസ് ചെയ്തു. കവിത ഏതായിരുന്നു ഡിഗ്രി എടുത്തിട്ടുണ്ടായിരുന്നു? എക്കണോമിക്സ് ആയിരുന്നു. എക്കണോമിക്സ്. ഓക്കെ. താങ്ക് യു കവിത. Yeah, good evening, everyone. എൻ്റെ പേര് ഷാജിദ ഫൈസൽ. I'm settled in Dubai. I've done my graduation in English literature. അപ്പോൾ it's almost long year back. ഇപ്പോൾ I'm free. So masters ചെയ്യാന്ന് വിചാരിച്ച് psychology. It's that it has always held up an interest for me because human ഇതിനെ കുറിച്ച് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് മാസ്റ്റേഴ്സിൽ ഞാൻ സൈക്കോളജി ഓപ്റ്റ് ചെയ്തത്. I'm a business woman here. That's it. I have 4 kids. Now I'm free. So I'm back to my studies. ഓക്കെ, താങ്ക് യു ഷാജിദ. ഇനി ആരാണ്? നമ്മൾ ഓൾമോസ്റ്റ് 30 ആൾക്കാരുണ്ട്. അതെ അതെ, എന്താണ് ആരും വരാത്തത്? ആരും പറയുന്നില്ലല്ലോ. ഞാൻ പേര് വിളിക്കട്ടെ? ആതിരക്ക് എന്തോ പറയാനുണ്ട്. ആതിര നേരത്തെ ചിരിക്കുന്നുണ്ട്. ആതിരക്ക് വരാനുള്ള ഒരു മടിയുണ്ട്. വന്നോളൂ. കുഴപ്പമില്ല. ഹായ്, എൻ്റെ പേര് ആതിര. ഞാൻ ആക്ച്വലി ബി സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഇവിടെ ദുബായിൽ വർക്ക് ചെയ്തു. ഇപ്പോഴും ഇവിടെ അബുദാബിയാണ്, സെറ്റിൽഡ് ആണ്, ഫാമിലി ഉണ്ട്. എൻ്റെ കുഞ്ഞിവിടെ ചിരിച്ചോണ്ട് ഇപ്പുറത്തിരിക്കുന്നുണ്ട്. അതാണ് ഞാനിങ്ങനെ ഭയങ്കര ചിരി ഉണ്ടായിരുന്നത്. ഓക്കെ, എന്തായാലും പറയാം. ഞാൻ എന്താണ് സൈക്കോളജി എടുക്കാൻ ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ, ഇവിടെ ഈ ആഫ്റ്റർ ബി സിവിൽ എഞ്ചിനീയറിംഗ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഒരു ഹ്യൂമൻ സൈക്കോളജി വെച്ചിട്ടുള്ള കുറച്ച് എന്താ പറയാ ഒരു ഇനിയുള്ള കൺസ്ട്രക്ഷൻസ് കാര്യങ്ങൾ എൻ്റെ കരിയറിൽ എങ്ങനെ അതൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു MA എടുക്കാമെന്ന് ഞാൻ ചൂസ് ചെയ്ത സമയത്ത് ഇപ്പൊ എനിക്ക് ഒരു മെന്റലി എനിക്കും തോന്നിയിട്ടുള്ളത് ഈ ഒരു MA സൈക്കോളജിയിൽ ചെയ്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും. എങ്ങനെയാണ് ഒരു സിവിൽ എഞ്ചിനീയറിംഗ് അതിലൂടെ പോകുന്ന ഒരു വേ, അതൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോ അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. ഓക്കെ, നമുക്ക് നോക്കാം. പിന്നെ എൻ്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും വലിയൊരു ഹായ്. നമ്മളെല്ലാവരും ഇനി ഈ ഒരു ദൗത്യത്തിന്റെ ഓരോ ഭാഗമാണ്. എല്ലാവരും അടുത്തില്ല എങ്കിലും നമുക്ക് ഒരുമിച്ച് ഇനി മുന്നോട്ട് പോവാം. ഓക്കെ, താങ്ക് യു. ഹലോ, താങ്ക് യു ആതിര. എന്റെ പേര് അഭിരാമി. ഹലോ, കേക്കാം. അഭിരാമി, ഞാൻ ട്രാവലിംഗ് ഡ്രൈവിംഗിലാണ്. അതെ, സിഗ്നൽ കുറവായിരിക്കും, അതുകൊണ്ട് ആദ്യം പറയാൻ വിചാരിച്ചത്. എന്റെ വീട് കോഴിക്കോടാണ്. ഞാൻ പ്രസന്റ്ലി ഹൈദരാബാദാണ് ഉള്ളത്. ഇവിടെ വർക്ക് ചെയ്യാണ്. ഞാൻ ആക്ച്വലി BSc മാത്തമാറ്റിക്സ് ആണ് കഴിഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും PG എടുക്കണം എന്നുള്ള നിലയ്ക്കാണ്. സൈക്കോളജിയോട് ചെറിയൊരു ഇഷ്ടമുള്ളതുകൊണ്ട് അത് ചെയ്യാന്ന് വിചാരിച്ചാണ്. ഓക്കെ, അഭിരാമിയുടെ ഇത് റേഞ്ച് കട്ടാവുന്നുണ്ടെന്ന് തോന്നുന്നു. യെസ്. ഓക്കെ അഭിരാമി, താങ്ക് യു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നമുക്കൊരു ഫൺ ആക്ടിവിറ്റി ആയാലോ? നമുക്ക് ഇടക്ക് പരിചയപ്പെടുന്നതിന്റെ ഇടക്ക് നമുക്കൊരു ചെറിയ ഗെയിം കളിച്ചാലോ? എല്ലാരും എന്ത് പറയൂ? ചാറ്റ് ബോക്സിൽ പറയൂ. ഷുവർ, നാസിലി റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ഗെയിം നോക്കാം. വെയിറ്റ്, ഞാനൊന്ന്. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ? യെസ്. അപ്പൊ നമുക്ക് നമ്മളുടെ ഇത് ഫുള്ളാക്ക്, ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കുക, അല്ലെ ആൻസേഴ്സ് ഒക്കെ അവര് കണ്ടുപിടിച്ചാണ്. ഓക്കെ, നമ്മളുടെ ഗെയിം എന്ന് പറയുന്നത് നമ്മളുടെ ഒന്ന് നെക്സ്റ്റ് ഗെയിം ബ്ലിങ്ക് ആൻഡ് തിങ്ക്. ഒന്നും പറയില്ല, നമ്മളൊരു പിക്ചർ കാണിച്ചു തരുന്നുണ്ട്. പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ആ പിക്ചർ ശ്രദ്ധിച്ചിട്ട് കുറച്ചു നേരം ആ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ,
30 സെക്കൻഡ്സ് ഒക്കെ വേണോ? ഇതില് എത്ര ഡോഗ്സ് ഉണ്ടായിരുന്നു ആ പിക്ചറിൽ എന്നൊന്ന് പറയണം. ചാറ്റ് ബോക്സിൽ പറഞ്ഞാലും മതി. 3 തന്നെയാണ്. ഓക്കെ, ആൻസർ കാണിച്ചു കൊടുക്കുക അല്ലേ? 3 ആണ് കേട്ടോ, 3 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പിക്ചർ മതില്ലേ? ഇത്ര മതി. ബുക്കിൽ എത്ര കിഡ്സ് ഉണ്ടായിരുന്നു? ഹൗ മെനി കിഡ്സ് ആർ ഓൺ ദ ബുക്ക്? ആൻസർ നോക്കാം. ആൻസർ 4 ആണ്. ബുക്കിൽ 4 കുട്ടികളാണുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. 16. കവിത 10 പറഞ്ഞു. 16. ഓക്കെ, വേറെ ആൻസർ 9 pairs. 9 pairs. ഓക്കെ, അതായത് 18. Yes. ഓക്കെ, വേറെ ആൻസർ ഏതെങ്കിലും? 20. 20. ഓക്കെ, നമുക്ക് ആൻസറിലോട്ട് പോയി നോക്കിയാൽ 22. എത്ര ഉണ്ട് എന്നുള്ളത് 22. നമുക്ക് ആൻസർ ഒന്ന് കാണാം കേട്ടോ. 18. ആരോ പറഞ്ഞല്ലോ 9 pairs. 9 ആരായിരുന്നു? പേഴ്സ് പറഞ്ഞാരാ? Yes. ഞാനാണ്. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, Thank you. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാം ഒബ്സർവ് ചെയ്യൂ കേട്ടോ. ആരൊക്കെ ഉണ്ട്? ഒരുപാട് പേരുണ്ട് ഇതില്. മരങ്ങളൊക്കെ എണ്ണിക്കോളൂ കേട്ടോ, എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത്. ഐഡന്റിഫൈ ദി ക്യാരക്ടർ. Minnie Mouse. Minnie. മിക്കി മൗസ് അല്ല, Minnie Mouse. Minnie Mouse. മൗസ് ആണോ? Minnie Mouse. ഓക്കെ, കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. I am sitting on a piece of wood. Who is me? who is me? ആരോ Elephant. മരത്തിന്റെ മുകളിൽ ഇരുന്നു. Elephant. 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 എല്ലാരും elephant Lion. ആണ്. ലയൺ. വേറെ ആരാ ആൻസർ? വേറെ ഏതെങ്കിലും? ലയൺ, എലിഫന്റ്. വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആൻസേഴ്സ് ഒന്നും ഇല്ല? ആർക്കും പറയൂ. ഓർമ്മയില്ല? Lion എന്നൊരു മങ്കി പറഞ്ഞിട്ടുണ്ട് പ്രിൻസി. മങ്കി, എലിഫന്റ്, ലയൺ അല്ലെ? നമുക്ക് ആൻസർ നോക്കാം. മൂന്നുമല്ല, ടൈഗർ ആയിരുന്നു കേട്ടോ. ടൈഗർ ആണ്. വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. എന്താ നോക്കുക, ടൈഗർ ആണ്. പിക്ചറിൽ കണ്ടോ ടൈഗർ ഇരിക്കുന്നേ? ലയൺ അതിന്റെ മുമ്പിലാണുള്ളത്. അതെ. ഓക്കെ, നെക്സ്റ്റ്. യെസ്, നല്ലോണം ഒബ്സർവ് ചെയ്യാ. ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എത്ര ചുവന്ന കാറുകൾ ഉണ്ടായിരുന്നു പിക്ചറിൽ? 6. ഉറപ്പാ? Yes. വേറെ ഏതെങ്കിലും ആൻസർ? 4 പറഞ്ഞിട്ടുണ്ട്. 4. ഓക്കെ, 4 തന്നെയാണ് വരുന്നത്. 4 വരുന്നുണ്ട്. കുറെ ആൾക്കാർ 4 ആണ്. നമുക്ക് ആൻസറിലേക്ക് പോയാലോ ഹന? ഓക്കെ, 6 ആണ് കേട്ടോ. 6 കുറെ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി ക്ലാസ് റൂം ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. പെട്ടെന്ന് 9 o'clock. 9 o'clock. ഓക്കെ, വേറെ ഏതെങ്കിലും ആൻസർ? 3 o'clock 6 o'clock? നോട്ടീസ് ചെയ്തില്ല. നോട്ടീസ് ചെയ്തില്ല, കുഴപ്പമില്ല. നമുക്ക് ആൻസർ നോക്കാം. 9 o'clock ആണ്. കുട്ടികളുടെ ബാഗിന്റെ കളർ എന്തായിരുന്നു? Green. ഗ്രീൻ തന്നെയാണ്. എല്ലാരും ഗ്രീൻ ആണ്. വേറെ ഉത്തരവൊന്നും ഇല്ല? ഇല്ല, നമുക്ക് ആൻസർ നോക്കാം. ഗ്രീൻ. കറക്റ്റ് ആണ്. നമ്മുടെ ഗെയിം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ ഗെയിം? എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? Good. പൊളി. സൂപ്പർ. ഓക്കെ, അപ്പൊ ബാക്കി ആൾക്കാരും കൂടി ഒന്ന് പെട്ടെന്ന് മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആരാ വരുന്നേ? Hi, good evening. ഹലോ. Hello. കേക്കാം. ലിനു. Yes, my name is Linu. I am from Udayambellur. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു നഴ്സറി ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്താണ് ടീച്ചിങ് ഫീൽഡ് ആയതുകൊണ്ട് എനിക്ക് MA എടുക്കണം, സൈക്കോളജി എടുക്കണം എന്നൊരു ആഗ്രഹം വന്നു. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് BCom ആണ്.
പിന്നെ വേറെ ഒരു ആഗ്രഹം കൂടി ഉണ്ട്. മോള് PG എടുക്കണതിന് മുമ്പ് എനിക്ക് എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ട്. അതുകൊണ്ടാണ് നൈസ്. മോളിപ്പോ ഡിഗ്രി ഫൈനൽ ഇയർ ആണ്. അപ്പൊ അതിക്ക് മുമ്പ് എനിക്ക് PG എടുക്കണം എന്നൊരാഗ്രഹം. അപ്പൊ അങ്ങനെ അപ്പൊ ഇത് ജോയിൻ പറ്റും. ചെയ്തതാണ്. ഓക്കെ. അപ്പോ ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ കൊളീഗ്സ്. ഓക്കെ, താങ്ക് യു ലിനു. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ. ഓക്കെ, ഇനി ആരാ നെക്സ്റ്റ് വരുന്നേ? Hi all. Yes. Hi, I'm Sangeeta. I'm from Wayanad. Um, I'm working as a primary school teacher. I've been working here for past 25 years. Oh. So since I'm with the kids, I wanted to take this MA Psychology because after 10 years of my work life, I understood that I have to learn more about the kids than what I teach. So each year I get a bunch of kids, and the next year will be an entirely different bunch of kids. So to know more about them, അവരെ എങ്ങനെയാ നല്ല രീതിയിൽ നമ്മൾ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആഫ്റ്റർ എ ലോങ് ടൈം ഈ സബ്ജക്ട് തന്നെ ചൂസ് ചെയ്യാന്ന് വിചാരിച്ചു. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. താങ്ക് യു. ഹായ് എവരി വൺ. എൻ്റെ പേര് ശാലിനി എന്നാണ്. ഗ്രാജുവേഷൻ ഞാൻ BA ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി അത് കഴിഞ്ഞിട്ട് 2013 ഡിഗ്രി കഴിഞ്ഞിട്ട് കുറെ നാളൊന്നും ചെയ്തിരുന്നില്ല. ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് അങ്ങ് ബിസി ആയിരുന്നു. ദെൻ 2020 മോണ്ടിസോറി ഡിപ്ലോമ എടുത്തു. അതിനുശേഷം പിന്നെ ഫുൾ ടീച്ചിങ് പ്രൊഫഷൻ ആയിരുന്നു. ഫസ്റ്റ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരുന്നു, കാലിക്കറ്റ് ടീം ഇന്റർവെൽ എന്ന് പറഞ്ഞ ഒരു ടീമിന്റെ കൂടെ. ഫസ്റ്റ് അവിടെ നിന്നായിരുന്നു എന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോ ഒരു പ്രൈമറി ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു PG ചെയ്താൽ കൊള്ളാന്ന് ഒരു ആഗ്രഹം തോന്നിയ ഇടയിൽ സോ അങ്ങനെ അപ്പൊ എനിക്ക് തോന്നി എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ കൂടുതൽ സൈക്കോളജി ആയിട്ടാണെന്ന്. സോ ഐ ചൂസ് MA സൈക്കോളജി. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ശാലിനി, താങ്ക് യു. ഹലോ. എന്റെ പേര് ആമിന എന്നാണ്. ഞാൻ കൊച്ചിയിൽ നിന്നാണ്. ഞാൻ 2015 BSc ഫിസിക്സ് ആയിരുന്നു ചെയ്തത്. ഇപ്പോ പിള്ളേരൊക്കെ ആയിട്ട് രണ്ട് പിള്ളേരുണ്ട്. ചെറിയ ആൾക്ക് 2 വയസ്സ് കഴിഞ്ഞു. അങ്ങനെ ഇതായി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ BSc ഫിസിക്സ് പഠിച്ചിട്ട് സൈക്കോളജി എടുത്തത് എന്റെ മോന് ഒരു 6 വയസ്സുള്ളപ്പോ അവനൊരു സൈക്കോളജിസ്റ്റിനെ കൗൺസിൽ ചെയ്യേണ്ട ആ കാര്യം വന്നു. അവനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയിട്ട്. അപ്പൊ ഞാൻ അവനെ കാണിച്ചപ്പോൾ ഞാൻ ഇവിടെ ഹസ്ബൻഡിനോട് ഡിസ്കസ് ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അവന്റെ പ്രശ്നങ്ങൾ. അപ്പൊ എനിക്ക് ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ പറ്റണ്ടെന്ന് തോന്നി. അപ്പൊ അതൊന്ന് കൂടുതലായിട്ട് അറിയണം. കാരണം എന്റെ രണ്ടാമത്തെ മോൻ മൂത്ത മോനായിട്ട് ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ ഒന്ന് അറിയണമെന്ന് തോന്നി കുറച്ചും കൂടെ കൂടുതലായിട്ട്. പിന്നെ ഇതൊരു പ്രൊഫഷൻ ആക്കാനും ഒരു താല്പര്യമുണ്ട്. അങ്ങനെ എടുത്തതാണ്. ഓക്കെ, താങ്ക് യു ആമിന. നഷിത. എന്റെ പേര് നാഷിദ. ഞാന് മലപ്പുറത്ത് നിന്നാണ്. ഞാൻ രാജസ്ഥാനിൽ സെറ്റിൽഡ് ആണ്. വീട്ടില് ഹസ്ബൻഡ്, ഒരു മോളുണ്ട്. ഇപ്പൊ 10 മാസമായി. ഞാൻ +2 തൊട്ട് സൈക്കോളജി ആയിരുന്നു. +2 ഹ്യൂമാനിറ്റി സൈക്കോളജി, ഡിഗ്രി BSc സൈക്കോളജി. ഞാന് കഴിഞ്ഞ വർഷം MSc സൈക്കോളജിയിൽ ജോയിൻ ചെയ്തായിരുന്നു. പക്ഷെ മോക്ക് 60 കഴിഞ്ഞതിന് ശേഷം ഞാൻ കോളേജിൽ പോയി തുടങ്ങി. അപ്പോ വീട്ടിലൊട്ടും സെറ്റ് ആയില്ല. ഫീഡിങ്ങും എല്ലാം കൂടി സെറ്റ് ആവാനപ്പോ ഡ്രോപ്പ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഇയർ ഓൺലൈൻ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. സോ MA സൈക്കോളജി എടുത്തു. ഓക്കെ, നഷിത, താങ്ക് യു. ഞാൻ മെൽബി. ഞാൻ ഡിഗ്രി BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. ജസ്റ്റ് ഡിഗ്രി പാസ് ഔട്ട് ആയതേ ഉള്ളൂ. സോ ഇൻട്രസ്റ്റഡ് ആയിരുന്നു MA സൈക്കോളജി പഠിക്കണമെന്ന്. സോ ഞാൻ താങ്ക് യു. ഓക്കെ മെൽബി, താങ്ക് യു. ഹായ് മാം. എന്റെ പേര് ഫർഹ എന്നാണ്. ഞാൻ ബേസിക്കലി കറന്റ് ഇപ്പൊ ഞാൻ ഖത്തറിലാണ്. ബേസിക്കലി ഞാൻ തൃശ്ശൂരാണ്. ഞാൻ ഡിഗ്രി BSc ഫിസിക്സ് ആയിരുന്നു. ഇത് കഴിഞ്ഞ് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ചെയ്തു. ഞാനും ഈ ബാച്ചിലർ രജിത, ശാലിനി, ഞങ്ങൾ 3 പേരും ബാച്ച്മേറ്റ്സ് ആയിരുന്നു മോണ്ടിസോറി പഠിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ജോയിൻ ചെയ്തതാ. പിന്നെ സൈക്കോളജി അത്യാവശ്യം തിയറി പേപ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ കമ്പൈൻഡ് സ്റ്റഡിക്ക് ഒരാൾ വേണമെന്നുള്ളത് കൊണ്ടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് ജോയിൻ ചെയ്തതാണ്. പിന്നെ എനിക്ക് PG ചെയ്യണമെന്ന് എൻ്റെ പേഴ്സണലി എനിക്ക് PG ഒരു ആവശ്യമായിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് ഞാൻ MSc സൈക്കോളജി MA സൈക്കോളജി എടുത്തു. പിന്നെ അതുപോലെ തന്നെ ഹ്യൂമൻ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സും കൂടെ ആണല്ലോ. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. താങ്ക് യു ഫർഹ. നെക്സ്റ്റ് നമുക്കൊരു ഗെയിം
ഒന്നുകൂടെ ഒരു ഗെയിം കളിച്ചാലോ? എന്ത് പറയുന്നു എല്ലാരും? എല്ലാരും ചാറ്റ് ബോക്സിൽ ഇട്ടേ ഓക്കെ ആണോ ഗെയിം ഓക്കെ കളിക്കാൻ? ആണെങ്കിൽ നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഓക്കെ ആണ് മാം. ഓക്കെ, അപ്പൊ ഞാനൊരു മിനിറ്റ്. എല്ലാരും ക്യാമറ ഓൺ ആക്കണം കേട്ടോ. കുറേ പേര് ഇപ്പോഴും ഓഫ് ആക്കി ഇടുന്നുണ്ട്. മാക്സിമം ഗെയിമിനൊക്കെ നമുക്ക് ക്യാമറ ഒക്കെ ഓൺ ആക്കി ഇരിക്കാം. സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഒരു മ്യൂസിക് നിങ്ങൾ കേൾപ്പിക്കും. ആ മ്യൂസിക് ഏത് ഫിലിമില്ലാന്ന് പറയണം. ഓക്കെ, ഇത് എളുപ്പമാണ് അല്ലെ? എളുപ്പമുള്ള പണിയാണ്. നമ്മളെല്ലാം മൂവീസ് ഒക്കെ കാണുന്ന ആൾക്കാരാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേട്ടെ. ഓക്കെ, നമ്മുടെ ശ്രദ്ധിക്കണം പേരാണ് അല്ലേ? ഗെയിമിന്റെ. ഇത് ഗെയിമിന്റെ പേരാണ്. ഇല്ല, ഇത് ഗെയിമിന്റെ പേരാണ്. എല്ലാരും നല്ല ആവേശത്തിലാണ് കേട്ടോ. ഇത് ഗെയിമിന്റെ പേരാണ്. അമ്പാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ആ ടോണിൽ തന്നെ വായിച്ച എത്ര പേരുണ്ട്? ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? അപ്പൊ ഇനി നമുക്കൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. വോയിസ് Sagar Elias Jack. In the shot, was ഇരുപതാം നൂറ്റാണ്ട്. കറക്റ്റ്. ആരൊക്കെയോ സാഗർ ഇലിയാസ് ജാക്കി എന്നൊക്കെ പറഞ്ഞു അതിന്റെ ഇടയ്ക്ക്. അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം കേട്ടോ മ്യൂസിക്കിന്റെ. സാഗർ ഇലിയാസ് ജാക്കി. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, മീശമാധവൻ. വേറെ ആൻസേഴ്സ് ഏതെങ്കിലും ഉണ്ടോ? മീശമാധവൻ. എല്ലാരും മീശമാധവനാ? നോക്കാം. മീശമാധവൻ കറക്റ്റ് ആണ്. അതാരാ പറഞ്ഞേ? ശാലിനി. ഓക്കെ, നെക്സ്റ്റ്. മിന്നാരം. ഓക്കെ, മിന്നാരം. വേറെ ആൻസേഴ്സ് ഒന്നുമില്ല? വേറെ എല്ലാവർക്കും ഉറപ്പാണ് ക്ലാസിക് മൂവി എല്ലാവർക്കും അറിയാം. കുറച്ച് സിമ്പിൾ ആയി പോയോ ഗെയിം? സിമ്പിൾ ആയി പോയി. അതെ, സാരല്ല. നെക്സ്റ്റ്. ഓക്കെ, പറഞ്ഞോ. കിലുക്കം ഓൾറെഡി പറഞ്ഞു. ഏകസ്വരം ഓൾറെഡി പറഞ്ഞു. നേരത്തെ പറഞ്ഞു. ഓക്കെ, എല്ലാം സിമ്പിൾ ആയി പോയോന്ന് ഒരു സംശയം. ഓക്കെ, നെക്സ്റ്റ്. മണിച്ചിത്രത്താഴം. അറിയാത്ത ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. നെക്സ്റ്റ്. KGF ആണ്, കറക്റ്റ് ആണ്. വേറെ ആൻസേഴ്സ് ഒന്നും ഇല്ല അല്ലെ? എന്തായാലും കറക്റ്റ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. നമ്മളുടെ CBI. ഏത് CBI ആ? കുറെ CBI ഉണ്ട്. ഏത് CBI ആ? അടിക്കുറിപ്പാണ്. അടിക്കുറിപ്പോ? നല്ല കൺഫ്യൂഷൻ ഭരത് ചന്ദ്രൻ IPS ആരോ ഇട്ടുണ്ട് കേട്ടോ.
ആരോ ഏ ഭരത്ചന്ദ്രൻ IPS ഇട്ടിട്ടുണ്ട്. ഭരത്ചന്ദ്രൻ, ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയാണുള്ളത്? കമ്മീഷണർ, കമ്മീഷണർ, പിന്നെ ശരി ശരി പിന്നെ CBI പറഞ്ഞ ആരോ, CBI ഡയറി കുറിപ്പല്ലേ? ആരോ അടിക്കുറിപ്പ് എന്നൊക്കെ അടിക്കുറിപ്പാണല്ലോ ആരോ പറയുന്നുണ്ടായിരുന്നു. പറഞ്ഞേ. ഓക്കെ, അപ്പൊ കൊറേ വന്നിട്ടുണ്ട്. ഏതാ നോക്കാം. കമ്മീഷണർ ആണ്. ആരോ കമ്മീഷണർ വന്നല്ലോ. ശാലിനിയാ ഞാൻ പറഞ്ഞ കണ്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. കമ്മീഷണർ. ഓക്കെ, നെക്സ്റ്റ്. അയ്യോ, എല്ലാവർക്കും അത് ഒന്ന് കേട്ടാ മതി അല്ലേ? യെസ്, തട്ടത്തിൻ മറയത്ത്. രാജാറാണി അല്ലാണ്ട് വേറെ ആൻസർ ഒന്നും ഇല്ല ആർക്കും? എല്ലാവർക്കും ഉറപ്പാണ് അല്ലെ രാജാറാണിയാണെന്ന്? രാജാറാണി, ഓക്കെ. ചിലർ അറിയില്ല എന്ന് പറഞ്ഞാരോ? കുറെ പേർക്ക് അറിയില്ല. അറിയില്ല. Honestly, എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. ഞാനിത് കണ്ടപ്പോഴേ അറിഞ്ഞു. ഓക്കെ. എല്ലാരും പറഞ്ഞു ഏകസ്വരം. ക്ലാസിക് മൂവിയാണല്ലേ. ക്ലാസ്മേറ്റ്സ്, യെസ്. രോമാഞ്ചം, രോമാഞ്ചം, ഓക്കെ. അല്ലല്ല ഇല്ല, ഫസ്റ്റ് പറഞ്ഞു. മഞ്ഞുമൽ ബോയ്സ് ആരോ പറഞ്ഞു. മഞ്ഞുമൽ ബോയ്സ് ചിന്നു പറഞ്ഞിട്ടുണ്ട്. എല്ലാരും പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, ഞാൻ രോമാഞ്ചം പറഞ്ഞ തെറ്റിപ്പോയി. പക്ഷെ അത് ഏകദേശം ഒരേപോലത്തെ മൂവിയാ അല്ലേ? വേറെ ആൻസർ ഇല്ല. മഞ്ഞുമലാണ് ഉറപ്പാണ്. 100%. ഒരു തരം, രണ്ടു തരം. യെസ്, അതെ അതെ, മഞ്ഞുമല. മഞ്ഞുമൽ ബോയ്സ്. എന്താ ഹസ്ബൻഡ് പറഞ്ഞു? CBI 5, ഓക്കെ. സേതുരാമയ്യർ അല്ലേ? സേതുരാമയ്യർ, CBI 5, പിന്നെ വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? പറയൂ. CBI 5, 4, CID മൂസ. CID മൂസ ഇട്ടിട്ടുണ്ട് കേട്ടോ. CID മൂസ. പിന്നെ നോക്കാം. സേതുരാമയ്യർ, CBI. എല്ലാരും തെറ്റിപ്പോയി. CBI 5ഉം സേതുരാമയ്യർ ആരോ പറഞ്ഞിട്ടുണ്ടല്ലേ? ആരാ പറഞ്ഞ സേതുരാമയ്യർ? ഓക്കെ, നെക്സ്റ്റ്. ശാലിനി പറഞ്ഞിട്ടുണ്ട്. വേറെ ശാലിനി ആരോ സഹായിക്കുന്നുണ്ടല്ലോ. ശാലിനിയുടെ മകനും മകളും ആണെന്ന് തോന്നുന്നു. അടുത്ത് മകനും മകളും 2 മക്കളോ? മകളാണ് അല്ലേ? അപ്പൊ വേറെ ഫിലിം പേര്? ശാലിനിക്ക് പ്രൈസ് ഇല്ല, മക്കൾക്കാണ് പ്രൈസ്.
അല്ലാണ്ട് വേറെ ആൻസർ ഉണ്ടോ ആർക്കെങ്കിലും? വേറെ ആൻസർ ഇല്ല, ഏകസ്വരം എല്ലാവർക്കും പ്രേമം തന്നെ. നോക്കാട്ടോ. പ്രേമം. ദേവദൂതൻ. അതാരാ? ചിന്നു. ദേവദൂതൻ. ഒരു ഇത് കിട്ടിയാ മതി അല്ലേ? വേറെ ആരെങ്കിലും? ദേവദൂതൻ. ദേവദൂതൻ. ദേവദൂതൻ കറക്റ്റ് ആണ്. ഇത് റീ റിലീസ് ആണല്ലോ ഇപ്പൊ. ആണ് ഇതല്ലേ? ആ യെസ്. ഓക്കെ. പ്രേമലു. പ്രേമലു. അതെ. മെൽബി ഇപ്പൊ പോയി കണ്ടാ മതി. ബാക്കിയുള്ളവര് പ്രേമലു തന്നെ. പ്രേമലുവിനാണോ? ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. പ്രേമലുവിനാണോ? ഉറപ്പാണ്. അതെ, പ്രേമലു തന്നെയാണ്. ശാലിനിയുടെ മക്കൾ അവിടെ ഇരുന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് പാട്ട് കേട്ടിട്ട്. തോന്നുന്നു കഴിഞ്ഞു അപ്പൊ അല്ലേ? എങ്ങനെയുണ്ട്? നമ്മളുടെ ഗെയിം കഴിഞ്ഞിട്ടുണ്ട്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഗെയിം? കൊള്ളാം. അടിപൊളിയാണ്. നല്ല ഗെയിമായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഓക്കെ. കുട്ടികളൊക്കെ വന്നു രംഗത്ത്. ഓക്കെ, അടിപൊളി എന്ന് ആരോ പറഞ്ഞു. പ്രിൻസിയുടെ മകൻ. ഓക്കെ, അടുത്ത വെരി ഇൻട്രസ്റ്റിംഗ് ഉണ്ട്. മക്കൾ ആരും പോകണ്ട, അടുത്തുണ്ടോ അമ്മമാരെ ഹെൽപ്പ് ചെയ്യാൻ. പക്ഷെ അതിന് മുമ്പ് നമുക്ക് കുറച്ച് പരിചയപ്പെടണ്ടേ ആൾക്കാരൊക്കെ? ആൾക്കാരും കൂടി പെട്ടെന്ന് ഇല്ലേ? പരിചയപ്പെടണം. എല്ലാരെയും അതെ. പരിചയപ്പെടണം നമുക്ക്. കുറെ മുഖങ്ങളുണ്ട് ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തത്. അതെ. ആരാണ് ഇനി അടുത്ത്? ഹായ്, ഹലോ. എൻ്റെ പേര് ഗ്ലോറിയ. ഞാൻ ലിറ്ററേച്ചർ യുജിയും പിജിയും കംപ്ലീറ്റ് ചെയ്തതാണ്. കഴിഞ്ഞിട്ട് സൈക്കോളജി എടുക്കാൻ കാരണം എനിക്ക് ഇത്രയും കൂടി ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുകയും അതുവഴി എൻ്റെ ലൈഫും എൻ്റെ ഫാമിലി ലൈഫും ഇത്രയും കൂടെ ബെറ്റർ ആക്കാനുള്ള ഒരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ തന്നെ പ്രൊഫഷനായിട്ട് ഇതെടുക്കാൻ ഇത്രയും കൂടെ ഞാനിതിൽ എക്സ്പേർട്ട് ആകും എന്ന് എനിക്കൊരു ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡ് തന്നെ എടുത്തിരിക്കുന്നത്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഗ്ലോറിയ. താങ്ക് യു. ചിന്നു ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? വരൂ. മ്യൂട്ടാണ്. ഹലോ. പറഞ്ഞു. ഹായ്, എൻ്റെ പേര് ചിന്നു, ചിന്നു ശ്യാം. ബേസിക്കലി ഞാൻ കോട്ടയത്തു നിന്നാണ്. പക്ഷെ കല്യാണം കഴിച്ചിരിക്കുന്നത് കോഴിക്കോടാണ്. ഇപ്പം കുവൈറ്റിലാണ്. എനിക്ക് 2 മക്കളാണുള്ളത്. ഒരു മോനും ഒരു മോളും. ഹസ്ബൻഡ് ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് ഇവിടെ. അപ്പോൾ സൈക്കോളജി ഇഷ്ടമുള്ള വിഷയമാണ്. കുറേ പേഷ്യൻസുമായിട്ട് എന്താ പറയുക, നമ്മൾ ഇടപഴകുന്നതുകൊണ്ട് അവരുടെ പല ഇമോഷൻസിലൂടെ നമ്മൾ കടന്നു പോകുന്നതുകൊണ്ട് കുറച്ചും കൂടെ ആൾക്കാരെ മനസ്സിലാക്കാനും പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും സൈക്കോളജി ഇഷ്ടമുള്ള ഒരു വിഷയം തന്നെയായിരുന്നു. അതുകൊണ്ട് അതിൽ കുറച്ചും കൂടി അറിവ് നേടണം എന്ന് ഒരാഗ്രഹം. പിന്നെ ഞാനും ഹസ്ബൻഡും കൂടെ ഒരുമിച്ചാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ അതെ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച്. ഇതിൽ ഇവിടെ ഉണ്ടോ? മീറ്റിംഗിലുണ്ടോ സെഷൻ? ഇല്ല, മീറ്റിംഗിലില്ല. ഹസ്ബൻഡ് ഇപ്പൊ ഡ്യൂട്ടിയിലാണ്. ഞാൻ മാത്രം മെന്ററെ ചൂസ് ചെയ്തിട്ടുള്ളൂ. ചേട്ടൻ ഓൾറെഡി ഒന്ന് PG ചെയ്തതാണ്. ഇതിപ്പോ 2ാമത് PGക്ക് അപ്ലൈ ചെയ്തേക്കുന്നത് സൈക്കോളജി. രണ്ടുപേരും ഒരുമിച്ച് പഠിക്കുകയാണല്ലേ? എത്രത്തോളം വർക്കൗട്ട് ആവാൻ അറിയില്ല. കാരണം കുറെ വർഷമായി പഠിക്കാതെ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ടച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിന്റെ ഒരു ടെൻഷനുണ്ട്. എങ്കിലും ഭയങ്കര ഒരു ആഗ്രഹമാണ്. ബക്കറ്റ് ലിസ്റ്റിൽ എഴുതി വെച്ചിരുന്ന ഒരു കാര്യമാണ് സൈക്കോളജി എടുക്കണം എന്നുള്ളത്. അതാണ് എന്നെ പറ്റി പറയാനുള്ളത്. താങ്ക് യു സിനു. താങ്ക് യു. നെക്സ്റ്റ്. ഹായ്, എന്റെ പേര് മെയ്മോൾ. കൊച്ചിയിൽ നിന്നാണ്. ഞാനിപ്പോ കറന്റ് റിക്രൂട്ടിംഗ് ഫെയർ നടത്തണേ എബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ളത്. ക്ലിയർ ആവുന്നില്ലേ? കേൾക്കാം. ഓക്കെ. പിന്നെ ഞാൻ എന്ന് പറഞ്ഞാല് BCom ആണ്. 2007 പാസ്സായത്. പിന്നെ ഈ ഒരു ഫീൽഡിലോട്ട് വരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറേയധികം കാൻഡിഡേറ്റ് ആയിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസും നമുക്ക് കുറെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റി. അതിനുശേഷം മൈൻഡ് മാസ്റ്ററി പോലത്തെ കോഴ്സുകൾ എടുത്തു. പിന്നെ ഡിപ്ലോമ ഇൻ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് എടുത്തു. പിന്നെ നെക്സ്റ്റ് ഇതിലോട്ട് കൂടുതൽ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു കോഴ്സിന്റെ അനൗൺസ്മെന്റ് കണ്ടപ്പം
ഇത് ചൂസ് ചെയ്തു, അങ്ങനെ വന്നു. പിന്നെ ഈ ഒരു ഫീൽഡിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോകാനായിട്ട് ഒരു പാഷനേറ്റ് ആയിട്ടും നോക്കുന്നുണ്ട്. താങ്ക് യു. ഓക്കെ, താങ്ക് യു മൈമോൾ. പറയൂ നെക്സ്റ്റ്. ഹലോ, യെസ്, പ്രിൻസി. എന്റെ പേര് പ്രിൻസി, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ ഡിഗ്രിക്ക് കെമിസ്ട്രി ആയിരുന്നു, പിന്നെ ബി.എഡ് ആണ് ചെയ്തത്. അപ്പൊ ബി.എഡിൽ സൈക്കോളജി പഠിച്ചപ്പോൾ സൈക്കോളജിയോട് ഒരു ഇഷ്ടം തോന്നി, അതുകൊണ്ടാണ് സൈക്കോളജി ചൂസ് ചെയ്തത്. പിന്നെ കെമിസ്ട്രിയിൽ ഡിസ്റ്റൻസ് ആയിട്ട് PG ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ അടുത്ത ഓപ്ഷൻ എനിക്ക് സൈക്കോളജി ആയിരുന്നു. ഞാൻ സൈക്കോളജി എടുത്തത്. എനിക്ക് 2 കുട്ടികളാണ്. മൂത്താള് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആള് 1ാം ക്ലാസ്സിലും. അവിടെ ഉണ്ടല്ലോ ഒരാള്. അതാ അവിടെ ഇരുന്നിട്ട് ഒപ്പം പറയണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു പ്രിൻസി. ഹലോ, പറഞ്ഞു. എന്റെ പേര് അപർണ, കണ്ണൂരാണ് വീട്. ഡിഗ്രി കഴിഞ്ഞിട്ട് 2 വർഷം സിവിൽ സർവീസിന്റെ കോച്ചിങ് ചെയ്യായിരുന്നു. അതിപ്പോ PG ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അതിന്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയൊരു സബ്ബാന്ന് തോന്നി, അതുകൊണ്ട് ഇത് ചൂസ് ചെയ്തു. ഓക്കെ അപർണ, താങ്ക് യു. എല്ലാരും റിയാക്ഷൻസ് ഇടണം കേട്ടോ, മറന്നു പോകരുത്. ഓക്കെ, നെക്സ്റ്റ്. എല്ലാരും കഴിഞ്ഞോ? ഹലോ, ഇനിയുണ്ടല്ലോ. എന്റെ പേര് രജിത. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. മോണ്ടിസറി ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോ ആക്ച്വലി എനിക്ക് എന്നെ തന്നെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് തോന്നിയതുകൊണ്ടാണ് PG എടുക്കാൻ തീരുമാനിച്ചത്. ആൻഡ് ഇപ്പൊ വർക്ക് ചെയ്യുന്ന പ്രൊഫഷനായിട്ട് ഇത്തിരി കണക്ഷൻ ഉണ്ടെന്ന് തോന്നി, കാരണം സ്റ്റുഡൻസ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ കുറച്ചും കൂടിയും MA സൈക്കോളജി എടുക്കുമ്പോൾ കുറച്ചും കൂടിയും അതെന്റെ പ്രൊഫഷനെ സഹായിക്കും. ആൻഡ് ലോങ് ടേമിൽ എനിക്ക് ഇത് തന്നെ ഒരു പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് MA സൈക്കോളജി ചൂസ് ചെയ്യുന്നത്. ആൻഡ് ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് കുറെ കാലമായി. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് മോണ്ടിസറി എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇൻസ്ട്രക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആൻഡ് ഐ ലവ് ടു ലേൺ എന്നുള്ളതാണ് അതിന്റെ ബേസിക് കാര്യം. ആൻഡ് ഹോപ്പ് ഇത് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക് ടു എവരിവൺ. താങ്ക് യു. താങ്ക് യു രജിത. നെക്സ്റ്റ് നാസ്ലി പറയുന്നുണ്ടോ? ഗുഡ് ഈവനിങ് ആൾ. എന്റെ പേര് നാസ്ലി. ഞാന് നാട്ടില് കോഴിക്കോടാണ്, നടക്കാവാണ് വീട്. ഇപ്പൊ ഞാൻ UAE-ലാണ്. കുറെ ആയി പഠിക്കാന്. +2 കഴിഞ്ഞപ്പോ കല്യാണം കഴിഞ്ഞു. പിന്നെ പിള്ളേരൊക്കെ ആയിട്ടാണ് പഠിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ മോനൊക്കെ വലുതായി, ഹയർ സെക്കൻഡറി ഒക്കെ ആയി. അപ്പോഴും പഠിപ്പ് നിർത്താൻ തോന്നിയില്ല, ഇനിയും പഠിക്കാന്ന് വിചാരിച്ചു. ബിക്കോസ് ഹസ്ബൻഡ് ഫോർ ദ പാസ്റ്റ് 15 years യു ഹാവ് ബീൻ സ്റ്റഡിങ്. അപ്പൊ പിന്നെ ഞാനായിട്ട് ഇനി വെറുതെ ഇരിക്കണ്ടല്ലോ, ഞാനും പഠിക്കാന്ന് വിചാരിച്ച് ഇറങ്ങി. അപ്പം അങ്ങനെ MA സൈക്കോളജി എനിക്ക് തോന്നി, ഈവൻ ഇഫ് ഐ ഡി നോട്ട് വർക്ക്, എനിക്ക് വീട്ടില് എന്റെ പിള്ളേരെ നോക്കുമ്പോ അത് ഇച്ചിരി കൂടി യൂസ്ഫുൾ ആവുമെന്ന് തോന്നി. ഞാൻ MA സൈക്കോളജി ചൂസ് ചെയ്തു. താങ്ക് യു നാസ്ലി. ഓക്കെ, ഇനി കഴിഞ്ഞോ എല്ലാരും? ഇനിയുണ്ടല്ലോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. ആയി പറഞ്ഞിട്ടുണ്ട്. ശ്രീരൂപ, കാലിക്കറ്റാണ് വീട്. ഞാൻ ഒരു കരിയർ കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിലവില് എന്തെങ്കിലും ചെയ്യണമെന്ന് BSc ആയിരുന്നു കഴിഞ്ഞ, കൗൺസിലിംഗ് സൈക്കോളജി ആയിരുന്നു 2018-ലാണ് കംപ്ലീറ്റ് ചെയ്തത്. കാര്യങ്ങളൊക്കെ ഇപ്പൊ വർക്കിന് കയറിയപ്പോ ജോലിയുടെ ഭാഗമായിട്ട് അമ്മയും കൂടി ചെയ്താൽ തോന്നി അങ്ങനെയൊക്കെ എടുക്കാനുണ്ട്. താങ്ക് യു. താങ്ക് യു. ആരോ പറയുന്നുണ്ടായിരുന്നു. ഹായ്, എന്റെ പേര് ദൃശ്യ. ദൃശ്യ എവിടെ? ഞാൻ PG കഴിഞ്ഞതാണ്. ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് വർഷം മുന്നേ. പിന്നെ ഇപ്പം സെക്കൻഡ് ഡെലിവറി, ബേബിയൊക്കെ ആയി, അങ്ങനെ ബിസിയായി. ഇപ്പൊ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ട് 3 months കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു, I believe I can console and influence people. So I thought of pursuing MA psychology. That's it. Thank you. ഓക്കെ, ഏകദേശം നമ്മള് ഒരുവിധം ആൾക്കാരൊക്കെ പരിചയപ്പെട്ടു. ഇനി ആരെങ്കിലും വരുന്നുണ്ടോ? ഹായ്,
എൻ്റെ പേര് ബി വി നാജിയ. ഞാൻ നാട്ടിലെ കോഴിക്കോടാണ്. ഇപ്പം അബുദാബി ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആണ്. അപ്പോൾ ഞാൻ +2 സൈക്കോളജി ആയിരുന്നു എടുത്തത്. ഡിഗ്രി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം BBA ആയിരുന്നു ഡിഗ്രിക്ക് പോയിട്ടുണ്ടായത്. അപ്പം ഇപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് മോഡിൽ സൈക്കോളജി എന്ന് കേട്ടപ്പോൾ പിന്നെ ഒന്നും നോക്കാതെ MA ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോ സൈക്കോളജി എടുത്തത്. താങ്ക് യു നാജിയ. ആൻഡ് ഹായ്, എല്ലാവർക്കും ഹായ്. എൻ്റെ പേര് ഹാജിസ. ഞാനൊരു ഹോമിയോ ആണ്. ഞാനിപ്പോൾ കറന്റ് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എൻ്റെ പ്രൊഫഷന് കുറച്ചും കൂടി കൗൺസിലിംഗ് കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതാവും വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ MA സൈക്കോളജി കോഴ്സ് എടുത്തത്. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഹാജിസ. ഇനി ആരെങ്കിലും വരുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വൈഷ്ണവി മാം, നമുക്കൊരു ഗെയിം കൂടി കണ്ടക്ട് ചെയ്തിട്ട് അതിന്റെ ചെയ്താലോ? നമുക്കൊരു ലാസ്റ്റ് ഗെയിം കൂടി ആയാലോ? എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് യെസ് എന്ന് പറഞ്ഞേ ഉറക്കെ. എന്നാ ഞാൻ ഗെയിം കളിക്കാം. എനർജി പോരാ, കുറച്ചും കൂടി എനർജി വേണം അല്ലേ? കുറച്ച് ഈ ഒരു എനർജി ഗെയിമിന് വേണം. എനർജറ്റിക് ആവണം കേട്ടോ നിങ്ങള്. നമ്മളിങ്ങനെ ഇപ്പൊ കസാലയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഓടി കളിക്കേണ്ട ഒരു ഗെയിമാണിത്. ഓക്കെ, അപ്പൊ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുക. അല്ലേ, സേഫ് പ്ലേസിൽ ഫോൺ അവിടെ പ്ലേസ് ചെയ്തോളൂ. അതെ, ഫോൺ എവിടെയെങ്കിലും ചാരി വെക്കുക. എന്നിട്ട് നമുക്ക് ഓടി കളിക്കേണ്ട ഗെയിമാണ്. അതുകൊണ്ട് ഒരു 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 മിനിറ്റ് തരാം എല്ലാവർക്കും. ഫോണൊക്കെ ഒന്ന് ചാരി വെച്ചിട്ട് ഇരിക്കുക കേട്ടോ. ഞാൻ അപ്പോഴേക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണുന്നില്ലേ സ്ക്രീന്? കാണാം. നമ്മുടെ ഈ ഒരു ഗെയിമിന്റെ പേരാണ് ഗ്രാബ് ആൻഡ് റൺ. ഗ്രാബ് ആൻഡ് റൺ എന്തായിരിക്കും ഗെയിം? ആർക്കെങ്കിലും ഒരു ഊഹം ഉണ്ടോ? കളർ പറയുന്നത് പിടിക്കലാണോ? പറയുന്ന കളറ് ഒബ്ജക്ട്സിന്റെ കാര്യം പറയുന്നത്. കളർ നമ്മൾ പണ്ട് കളിക്കാറുണ്ടല്ലേ, പച്ച മഞ്ഞ തൊട്ട് ഇങ്ങനെ. യെസ്, അതല്ല, ഇതിങ്ങനെ ഒബ്ജക്ട്സ് അല്ലേ, നമ്മൾ ചില ഒബ്ജക്ട്സ് കാണിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒബ്ജക്ട്സ് നിങ്ങൾ അടുത്തുനിന്ന് കൊണ്ടുവരണം. ഇതാ, നമ്മൾ ഇമേജ് കാണിക്കും. ആ സമയത്ത് നിങ്ങൾ ഓടിപ്പോയി ആരാണോ ഫസ്റ്റ് കൊണ്ടുവരുന്നത് നമ്മൾ നോക്കും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആണ്, അതിനനുസരിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ അത് കൊണ്ടുവരണം. ചിലത് പിക്ചർ ആയിരിക്കും, ചിലത് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ചിന്നു ആകെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ചിന്നു ഓടാൻ വേണ്ടിട്ട് കസാലയൊക്കെ ബാക്കിലോട്ട് ആക്കി. ചിന്നു ശാലിനി എന്തൊക്കെ കളർ അവൈലബിൾ ഒരു ട്വിസ്റ്റ് ഉണ്ട്. കളർ മാത്രമല്ല, അതാണ് ട്വിസ്റ്റ്. ഓക്കെ, സോ നമുക്ക് മുന്നോട്ട് പോവാം. ബുക്ക്. ഓ, എല്ലാവരുടെ കയ്യിലും ബുക്ക് ഉണ്ടാവും. എല്ലാവരും ബുക്കും പേനയൊക്കെ എടുത്തിട്ട് ഇരിക്കുന്നേ തോന്നുന്നു, ഫസ്റ്റ് സെഷൻ ആയതുകൊണ്ട്. ആഹാ, ആരോ ഓടിപ്പോയി, നാസിലി ഓടിപ്പോയി ബുക്ക് എടുത്തോണ്ടോന്നു. യെസ്, ഓക്കെ. അപ്പൊ എല്ലാവരും ബുക്കൊക്കെ എടുത്തിരുന്നു. അപ്പൊ വിചാരിച്ച പോലെ അല്ല അപ്പൊ ഇവരെല്ലാം. അതെ അതെ അതെ, കുറച്ചുകൂടി ടഫായിട്ട് എടുക്കണായിരുന്നു. അതെ. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് കപ്പ്. അടുത്ത് അതേപോലത്തെ ഒരു കപ്പ് ഉണ്ട് കേട്ടോ, പച്ചക്കപ്പ്. എടുത്തു, എടുത്തു. പ്രിൻസിക്ക് കിട്ടിയില്ലേ? കപ്പ് കിട്ടിയില്ല. കപ്പിന് ഓടി രജിതയെ കാണാനില്ല. എനിക്ക് തോന്നുന്നു കപ്പ് എടുത്തു. യെസ്, കപ്പ് കിട്ടി. നമുക്ക് അടുത്തോട്ട് പോവാന്നാല്. കെതച്ചു പോയല്ലേ, കുറച്ച് ടയർഡായി. ഓക്കെ, ഗ്രാബ് സംതിങ് ബട്ടൺ ഉള്ള എന്തെങ്കിലും. റിമോട്ട്. ആമന റിമോട്ട് എടുത്തു വെച്ചു. അയ്യോ, ബട്ടണേ. ഓക്കെ, അത് കുഴപ്പമില്ല. ബട്ടൺ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ബട്ടൺ ഉണ്ടല്ലോ, അത് മതി. എല്ലാരും റിമോട്ട് എടുത്ത് കയ്യിൽ വെച്ചു. എല്ലാരും വേഗം റിമോട്ട് എടുത്തു. ആമനയുടെ ഐഡിയ. അതെന്താ നാജിയെ കാണാനില്ല? എല്ലാരും റിമോട്ട്, AC-യുടെ റിമോട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത. അല്ല, പോയ ആൾക്കാർ തിരിച്ചു വന്നില്ലേ? വന്നിട്ടില്ല ഇതുവരെ തോന്നുന്നു. റിമോട്ട് ബട്ടണിന് വേണ്ടി പരതി പോയ ആൾക്കാർ എല്ലാരും വന്നോ? നാജിയെ കാണുന്നില്ലല്ലോ. അടുത്തതിലേക്ക് പോവാട്ടോ നമുക്ക്. ഓക്കെ, കണ്ണട. ശാലിനിയുടെ മുഖത്ത് ഓൾറെഡി ഉണ്ട് കണ്ണട, പിന്നെ പ്രശ്നമില്ല. മുഖത്തുള്ള ആൾക്കാർക്ക് കൂളിംഗ് ഗ്ലാസ് ഒക്കെ കാണിക്കുന്നു. എല്ലാരും കൂളിംഗ് ഗ്ലാസ്. ചിന്നു കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്തു.
എല്ലാവരും അവിടെ അടുത്തിരിക്കുന്ന കൂളിംഗ് ഗ്ലാസ് ദുർഗയ്ക്ക് കിട്ടിയ ഓ ഗ്ലാസ്. അടിപൊളി പ്രിൻസി, അടിപൊളി കൂളിംഗ് ഗ്ലാസ് ആണല്ലോ. കളറൊക്കെ നോക്ക്. അതെ, വേണമെങ്കിൽ നിങ്ങൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇരുന്നോളൂ തൽക്കാലത്തേക്ക്. അതെ, എന്തായാലും കയ്യിലെടുത്ത് പിടിച്ചിരിക്കല്ലേ. വൈബാണ്. എന്റെ മോന്റെ കയ്യിലുണ്ട് കണ്ണട. അതെയോ? എന്റെ മോന്റെ ചേരില്ല. ഓക്കെ, നെക്സ്റ്റ്. ഗ്രാബ് സംതിങ് ഇൻ വുഡ്, മരത്തിന്റെ എന്തെങ്കിലും. Chair. ചെയർ, എല്ലാരും ചെയറാണ്. ബുക്ക് സ്റ്റാൻഡ് ആണ്. അതെന്താ അത്? ഓക്കെ, ബുക്ക് സ്റ്റാൻഡ്. സ്റ്റാൻഡ്. ചിന്നു അത് ബുക്ക് സ്റ്റാൻഡ് കാണിക്കുന്നു, മരം കാണിക്കുന്നു. അത് ആമിന. എന്താ അത്? ശാലിനിയുടെ കയ്യിൽ ഒരു ചെറിയ എന്തോ ഒരു ചെയറിന്റെ ഒരു സാധനം ഉണ്ട്. അതെന്താ? ചെറിയ ചെറിയ chair ആണ്. ചെയർ അല്ലേ? കുഞ്ഞു ചെയർ. ഓക്കെ. നാസിലി പരതാണ്. ലിനുവിന്റെ അടുത്ത് എന്താ? ക്ലോക്ക്. ഓക്കെ, രജിത കാണിച്ചു. യെസ്. മിക്ക എല്ലാവരും കയ്യിലുണ്ടെന്ന് തോന്നുന്നു അല്ലെ? എല്ലാം വുഡൊക്കെ. ആതിരക്ക് കിട്ടിയോ വുഡ്? അതെന്താ അത്? ക്ഷീണിച്ചു എല്ലാരും. അപർണ ചെയറോ? കയ്യില് പെന്ന് ഓക്കെ, വുഡാണോ? നമുക്ക് അടുത്തേലിട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ്. ചാർജർ എന്തായാലും ഉണ്ടാവും അടുത്ത്. അടുത്തില്ല. ഇല്ല. ഓക്കെ, ചിന്നൂന് കിട്ടി ചാർജർ. ഹാജിസക്ക് കിട്ടി. രജിതയ്ക്ക് കിട്ടി. ശാലിനിക്ക് കിട്ടി. നാജിയക്ക് പെട്ടെന്ന് കിട്ടി. അപർണയ്ക്ക് കിട്ടി. പ്രിൻസി നോക്കുന്നുണ്ട്. ആമിനെ കാണാനില്ലല്ലോ. അതാ വന്നു. ഓക്കെ, കിട്ടി. ഇങ്ങനെ എല്ലാവർക്കും കിട്ടി. ഓക്കെ, ഇത് സെയിം കപ്പ് തന്നെ, റെഡ് ഇൻ കളർ. റെഡ് കളർ കപ്പ്. അതെന്താ? ഷാജിദക്ക് ഷോള് റെഡ് ആണ്. യെസ്. ഓക്കെ, കപ്പ്. ശാലിനിക്ക് കിട്ടി. ഓക്കെ, നാജിയ എന്താ? കത്രിക. ഓക്കെ. പെൻസില്. നമുക്ക് അടുത്തിലിട്ട് പോവാം. വാട്ടർ ബോട്ടിൽ. ഷാജിദ, ചിന്നു, അതിരൊക്കെ കയ്യിലുണ്ട്. ഓക്കെ, എല്ലാവരും അടുത്ത് തന്നെ വെള്ളമൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. ഫർഹ, എല്ലാരും കയ്യിലും വെള്ളമുണ്ട്. അതെ, അതെ. വെള്ളം കുടിക്കണം അല്ലേ? ക്ഷീണിച്ചു. കുടിച്ചോ. ശാലിനി മകന്റെ വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് ഓടി വരുന്നുണ്ട്. ഓക്കെ, അടുത്തേക്ക് പോവാം നമുക്ക് കേട്ടോ. സ്കെച്ച് പെൻ. ഇത് മക്കളുള്ളവരുടെ എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ്. ചിന്നു പോയി, എന്തായാലും ഉണ്ടാവും. എല്ലാരും പോയി. അതാരാ? മെൽബിക്ക് കിട്ടി. മെൽബിന്റെ അടുത്ത് നാജിയ കിട്ടി. ചിന്നുവിന് കിട്ടി. ശാലിനിക്ക് കിട്ടി. ദുർഗക്ക് കിട്ടി. എന്റെ കയ്യിലുണ്ട്. അവനൊരു പെട്ടി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ശാലിനി. ഷജിതയ്ക്ക് കിട്ടി. ഓക്കെ, മിക്കവരുടെ കയ്യിലും ഉണ്ട്. കുട്ടികളുള്ള വീട്ടിൽ എന്തായാലും കാണുമല്ലോ അല്ലെ? സംതിങ് ദാറ്റ് ഇസ് ഷാർപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും. മൂർച്ചയുള്ളത്. ഓക്കെ, കത്രി, പെണ്ണിന്റെ നിബ്, കത്തിരി. ചിന്നു പോയി എടുക്കാൻ. എന്താ? കത്തിയാണ് അല്ലെ? ചിന്നോടെ കയ്യിൽ കത്തിയാണ്. ലീനു കാണിക്കുന്നുണ്ട് പെണ്ണിന്റെ നിബ്. ഷജിത വലിയ കത്തിയൊക്കെ എടുത്തു വന്നിട്ടുണ്ട്, മീൻ മുറിക്കുന്ന കത്തിയൊക്കെ. അടുത്തേക്ക് പോവാം. ഹെഡ്സെറ്റ്. അതെന്തായാലും അടുത്തന്നെ ഉണ്ടാകും. ലിനുവിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഷാജിദ ചിരിക്കുന്നുണ്ട്. ഇല്ല, എല്ലാരും യൂസ് ചെയ്യാ. എന്റെ കയ്യിലില്ല. അയ്യോ, ഓടിപ്പോയി തട്ടിപ്പറിച്ചും കൊണ്ടുവന്നു. എനിക്കൊരു മത്സരത്തിന് പങ്കെടുക്കാനാണെന്ന് പറയണം. എല്ലാവർക്കും കിട്ടി. വെരി ഗുഡ്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്തതിലേക്ക് പോവാം. പെട്ടെന്ന് കാണിക്കും. ബാഗ്. വേഗം ഇനി സ്പീഡ് കൂട്ടുകയാണ് കേട്ടോ. ബാഗ് കിട്ടി. ഓടാൻ വയ്യ അല്ലേ? ആൾക്കാരോടൊക്കെ പറയാണ്, കൊണ്ടുപോവാ ബാഗ്, കൊണ്ടുപോവാ വേഗം. കിട്ടി. നാജിയക്ക് കിട്ടി. പ്രിൻസി, ദുർഗ. യെസ്. ഓക്കെ, ലിനു ഓടിപ്പോയി എടുത്തുകൊണ്ടുവന്നുണ്ട്. കവിത ബാഗ്. ഹാൻഡ് ബാഗ് ആണല്ലേ? എല്ലാവർക്കും ബാഗ് കിട്ടി. വെരി ഗുഡ്. ഓക്കെ. സംതിങ് ദാറ്റ് ഇസ് സോഫ്റ്റ്.
ഏതെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള. സോഫ്റ്റ്. ശാലിനി ഹെൽപ്പിന് ആൾക്കാർ നിർത്തിയതാണ്. എന്താ ശാലിനി ഹെൽപ്പിന് ആൾക്കാർ നിർത്തിയതാണ്. കേക്കില്ല. അതെന്താ? ഓ ടൈഗർ. ആഹാ. സോഫ്റ്റ് ടോയ്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട് ആൾക്കാര് കുട്ടികളുടെ. എല്ലാരടുത്തും ടോയ്സ് ആണ്. അതെ. മിക്കി മൗസ് ഉണ്ട്. സോക്സ്. ആഹാ പ്രിൻസി. അതാ ഷജിത അതാണ് എന്താ ഡക്ക് ഒക്കെ കൊണ്ടുവന്നുണ്ട്. അതെന്താ ഡക്ക്, രജി? മൗസ്, ടൈഗർ യെസ്. ഫറയുടെ കയ്യിലുണ്ട്, എല്ലാവരുടെ കയ്യിലും ഉണ്ട്. വെരി ഗുഡ്. അടുത്തത് ടവൽ. ടവൽ ടവൽ. അയ്യോ ചിന്നു ഓരോന്നിനും ഓടുന്നുണ്ടല്ലോ. വെരി ഗുഡ്. ഫർഹ കിട്ടി. എല്ലാരുടെ അടുത്തും ടവലുണ്ട്. ഹാജിസ നോക്കാണ്. കിട്ടിയിട്ടില്ല. വെരി ഗുഡ്. ഞാൻ സ്പീഡ് ആക്കാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഹാജിയ ഓടി പോയി എടുത്തു കൊണ്ടുവന്നു. ഗ്ലാസ് ആരുടെ ക്ലാസ് ഉള്ളേ? കപ്പ് പറ്റില്ല, ഗ്ലാസ് വേണം. ഗ്ലാസ്. ആമിന കിട്ടി. അതെ. യെസ് കിട്ടി. ഷാജിദ കിട്ടി. ചിന്നു ക്രോക്കറി ഒക്കെ തുറന്ന് ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ആദരയ്ക്ക് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് കാണിക്കാൻ പോവാണ്. രജിത ഗ്ലാസ് കൊണ്ടുവന്നു. യെസ്. പറ കൊണ്ടുവന്നു. കഴിഞ്ഞു കേട്ടോ. അയ്യോ ഒരു വാർമപ്പ് ആയില്ലേ? നല്ല എക്സസൈസ് ആയിരുന്നില്ലേ? എല്ലാരും കുറച്ച് വെള്ളമൊക്കെ കുടിച്ചോട്ടോ. എല്ലാരും വന്ന് സീറ്റിൽ ഇരിക്കുക കേട്ടോ. പണ്ടത്തെ അതേ പൊസിഷനിൽ ക്യാമറ വെച്ചിട്ട് ഇരുന്നോളൂ. നമ്മുടെ ദുർഗ വെള്ളമൊക്കെ കുടിച്ച് എല്ലാരും ഓക്കെ അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിം? എങ്ങനെ ഉണ്ടായിരുന്നു? റിയലി നൈസ്, സൂപ്പർ, അടിപൊളി, ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തില്? ആർക്കെങ്കിലും മുന്നോട്ട് വന്ന് പറയാമോ? ഒരു കുറെ സെക്ഷൻസ് ഉണ്ടായിരുന്നു. റിഫ്രഷിംഗ് ആയിരുന്നു. MA സൈക്കോളജിയുടെ ഒരു മീറ്റപ്പ് സെഷൻ നടന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അങ്ങനെ ആയിരിക്കും വിചാരിച്ചു. പക്ഷെ ഭയങ്കര ഫണ്ണായിരുന്നു. കോളേജ് ലൈഫിലേക്ക് തിരിച്ചു പോയ പോലെ ഉണ്ടല്ലേ? അതെ, എല്ലാരും മുന്നിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഫസ്റ്റ് സെഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്കൊരു ടാസ്ക് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഇത് ഫസ്റ്റ് സെഷൻ മാത്രമാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് ഒരു 9 സെഷനും കൂടി ഉണ്ട്. ആ 9 സെഷനിലും ഇനി നെക്സ്റ്റ് സെഷൻ വരുന്നത് സിലബസ് ഡീകോഡിംഗ് സെഷൻ ആണ്. MA സൈക്കോളജിയുടെ ഫുൾ സിലബസ് നമ്മൾ എടുത്തു തരും നിങ്ങൾക്ക്. അപ്പൊ ആ ദിവസം നിങ്ങൾ നോട്ടും പെന്നും പേപ്പറൊക്കെ ആയിട്ട് ഇരിക്കുക. ഇനി ഉള്ള സെഷൻസ് ഒക്കെ സീരിയസ് ആയിട്ടുള്ള സെഷൻസ് ആണ്. ഓക്കെ, സോ ഇന്നത്തെ ആക്ഷൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ സെഷന്റെ അവസാനവും ഒരു ടാസ്ക് നിങ്ങൾക്ക് തരും ചെയ്യാനായിട്ട്. അത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ മെന്റർ ആരാണോ മെന്റർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ടാസ്ക്. ഇത് അവർ അയച്ചു തരുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് നിങ്ങളുടെ ടാസ്ക് എന്താന്ന് വെച്ചാല് നിങ്ങളെ തന്നെ ഹന കുറച്ച് പൊക്കോ മുകളിലേക്ക്. നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങളുടെ പേര് എന്താണ്? ഇപ്പൊ ഇതിൽ കാണുന്ന എക്സാമ്പിൾ പോലെ നിങ്ങളുടെ പേര്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, പിന്നെ എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്, നിങ്ങളുടെ സ്ട്രെങ്ത്സ് എന്താണ്, വീക്ക്നെസ്സസ് എന്താണ്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഹോബി, നിങ്ങൾക്ക് ജോലി ചെയ്യുന്നവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ ജോലി. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾ അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾ മെന്ററിന് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ അയച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ മെന്ററിന് കുറച്ചുകൂടി കണക്ട് നിങ്ങളെ സ്റ്റുഡൻസിന് നിങ്ങളെ പറ്റി അറിയാനും നിങ്ങളെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി അറിയാനൊക്കെ വേണ്ടിയിട്ടാണ്. എല്ലാ സെഷനിലും ഇതുപോലെ ഓരോ ടാസ്കുകൾ ഉണ്ടാവും. എല്ലാ ടാസ്കുകളും കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക. എല്ലാ സെഷനിലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, സോ സെഷൻ എല്ലാം സൂപ്പർ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് മുന്നോട്ട് വന്ന് ഫീഡ്ബാക്ക് പറയാൻ താല്പര്യമുണ്ടോ? ആരാണ്? ചിന്നു ആണ്. ഒരു മിനിറ്റ്, ചിന്നുവിനെ കാണുന്നില്ലല്ലോ. കിട്ടുന്നില്ല. യെസ് പറഞ്ഞോ, കാണുന്നുണ്ട്.
അപ്പോൾ ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ടോപ്പിക്സിനെ പറ്റിയിട്ടൊക്കെ ഒരു ഓവറോൾ പിക്ചർ തരാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഫസ്റ്റ് ഡേ ഭയങ്കര ഫണ്ണായിട്ട് എന്റർടൈൻഡ് ആയിട്ട് ഒന്നുകൂടെ റിഫ്രഷായി. അതുകൊണ്ട് ആദ്യം കുറച്ച് ടെൻഷനായിട്ട് ചെയ്യുന്നത്, കാരണം കുറെ നാൾ കൂടിയിട്ട് വീണ്ടും പഠിക്കാൻ തുടങ്ങാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ, പക്ഷെ ഭയങ്കര റിഫ്രഷ്മെന്റ് ആയിരുന്നു ഫസ്റ്റ് ഡേ തന്നെ. അപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക്, നെക്സ്റ്റ് ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്ക് വരാനായിട്ട് ആ പേടിയില്ലാണ്ട് ഒന്ന് റിഫ്രഷ്ഡ് ആയിട്ട് വരാനായിട്ട് സാധിച്ചു. പിന്നെ എല്ലാവരുമായിട്ട് ഇങ്ങനെ ഒന്നുകൂടെ ഒരു നമുക്ക് തീരെ അറിയാത്ത ആൾക്കാരുമായിട്ട്, പക്ഷെ ഭയങ്കര എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഒരു മീറ്റപ്പ് ഉള്ളത്, പുതിയ ആൾക്കാരെ പരിചയപ്പെടുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് എല്ലാവരുടെയും ഓരോ എക്സ്പീരിയൻസ്. ഇപ്പം ചിലരൊക്കെ എന്താ പറയാ 3 മാസം, ഒരു കുഞ്ഞുണ്ടായിട്ട് 3 മാസേ ആയുള്ളൂ എന്ന് പറഞ്ഞപ്പം അത് എത്ര സ്ട്രഗ്ലിംഗ് ആയിരിക്കും. ആ സ്ട്രഗ്ലിങ്ങിന്റെ ഇടയിലും പഠിക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മോട്ടിവേറ്റഡ് ആവുകയാണ്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഒരാളുടെ പെട്ടെന്ന് ഓർമ്മ വന്ന് പറഞ്ഞാണ്. അപ്പൊ എനിവേ 2 മെന്റേഴ്സും നന്നായിട്ട് ഇതിൽ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ്. നല്ലൊരു ഓറിയന്റേഷൻ പ്രോഗ്രാം തന്നെയായിരുന്നു, അടിപൊളിയായിരുന്നു, എൻജോയ്മെന്റ് ആയിരുന്നു. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു ചിന്നു. താങ്ക് യു. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? ഹലോ, ദുർഗയാണോ അത്? എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ അപ്പോ ഇങ്ങനെ പഠിക്കാൻ ഇതാക്കിയിട്ടില്ല. മീൻ ഇതുപോലെ കുറെ പേര് ഞാൻ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോ അതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ഞാനും വിചാരിച്ചത് ഓറിയന്റേഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ വെറുതെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനും അങ്ങനത്തെ ഒക്കെ ആയിരിക്കുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കുറെ ഗെയിംസും അങ്ങനെയൊക്കെ ആക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു ദുർഗ. താങ്ക് യു സോ മച്ച്. ഒരാളും കൂടി. എന്റെ പേര് ഷാജിദ ഫൈസല്. ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബുക്കും പെന്നും എടുത്തിട്ടാണ് വന്നത്, നോട്ട് ഡൗൺ ചെയ്യാൻ ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കളിയും ഫണ്ണൊക്കെ ആയിട്ട് എൻജോയ്ഡ് എ ലോട്ട്. പിന്നെ ഇറ്റ്സ് റിയലി ഗുഡ് വർക്കിംഗ് വിത്ത് യു പീപ്പിൾ, ലേൺ വൈസ്. മാത്രമല്ല നിങ്ങളുടെ ക്ലാസ്സസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഉണ്ടായ പോലത്തെ ഒരു അഭിപ്രായമല്ല, കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കും റിയലി ഗുഡ് ക്ലാസ്സസ്. താങ്ക് യു ഷാജിദ. ഇനി ലൈവ് സെഷൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ, അപ്പൊ കുറച്ചും കൂടി അഭിപ്രായമൊക്കെ കൂടും. ഓക്കെ. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്താലോ? സോ ഇന്ന് എല്ലാവരും ഒന്ന് എനർജറ്റിക് ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോ എല്ലാവരും നാളെ, അതായത് ഇനി നെക്സ്റ്റ് സെഷൻ എപ്പോഴാന്നുള്ളത് നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങളെ അറിയിക്കും. ആ സമയത്ത് നെക്സ്റ്റ് സിലബസ് ഡീകോഡിംഗ് ആണ്. അപ്പൊ കറക്റ്റ് ബുക്കും പേപ്പർ കറക്റ്റ് സമയത്ത് ജോയിൻ ചെയ്യാൻ മിസ്സാക്കാതെ നോക്കുക. ഇൻ കേസ് മിസ്സായാൽ തന്നെ മെന്ററിന്റെ അടുത്ത് പറയാം, മെന്റർ നിങ്ങൾക്ക് യൂട്യൂബിൽ ലിങ്ക് അയച്ചുതരും. ഓക്കെ. അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെന്ററിന്റെ അടുത്ത് കോൺടാക്ട് ചെയ്യാം. ഫൈൻ. അപ്പൊ എല്ലാവരും ആക്ഷൻ ടാസ്ക് ചെയ്തിട്ട് മെന്ററിന് അയച്ചു കൊടുക്കുക കേട്ടോ. ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ, അടുത്ത സെഷന് മുമ്പ് തന്നെ നിങ്ങൾ ടാസ്ക് ചെയ്തിട്ട് അയച്ചു കൊടുക്കുക. അപ്പൊ മെന്ററിന് കുറച്ചും കൂടി നിങ്ങളുമായിട്ടൊരു കണക്ഷൻ അത് ബിൽഡ് ആവും. ഓക്കെ. അപ്പോ ഗുഡ് നൈറ്റ്, ബൈ.